HSA ഫിസിക്കൽ സയൻസിലെ കണികാഗതികം എന്ന ഭാഗമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കണികാഗതികം എന്ന് പറയുന്ന ഭാഗത്ത് ഒരു വസ്തു ചലനത്തിലായിരിക്കുമ്പോൾ അവയിൽ പ്രയോഗിക്കുന്ന ബലങ്ങളെക്കുറിച്ചും അവരുടെ ഫലങ്ങളെക്കുറിച്ചും പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് കണികാഗതികം അഥവാ പാർട്ടിക്കിൾ ഡൈനാമിക്സ്. സമയത്തിനനുസരിച്ച് ഒരു വസ്തുവിന് ഉണ്ടാകുന്ന സ്ഥാനമാറ്റമാണ് ചലനം. സമയത്തിനനുസരിച്ച് ഒരു വസ്തുവിൻ്റെ സ്ഥാനം മാറ്റം ഇല്ലെങ്കിൽ ആ വസ്തു നമുക്ക് നിശ്ചലാവസ്ഥയിലാണെന്ന് പറയും. അതായത് സമയത്തിനനുസരിച്ച് ഒരു വസ്തുവിൻ്റെ സ്ഥാനം മാറുന്നുണ്ടെങ്കിൽ അവിടെ ചലനം സംഭവിക്കുന്നു, ഇല്ലെങ്കിൽ ആ വസ്തു നിശ്ചലാവസ്ഥയിലാണ്. ഒരു വസ്തുവിൻ്റെ ചലനാവസ്ഥയോ പ്രതിപാദിക്കാൻ നാം ഏതൊരു വസ്തുവിനെയാണ് അടിസ്ഥാനമാക്കിയെടുക്കുന്നത്, ആ വസ്തുവിനെയാണ് അവലംബക വസ്തു അല്ലെങ്കിൽ റെഫറൻസ് ബോഡി എന്ന് പറയുന്നത്. അതായത് ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിലെ യാത്രക്കാരൻ എന്ന സന്ദർഭം പരിശോധിക്കാം. ഇവിടെ ബസ്സിനെ അപേക്ഷിച്ച് ബസ്സിലെ യാത്രക്കാരൻ നിശ്ചലാവസ്ഥയിലാണ്. എന്നാൽ റോഡിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അയാൾ ചലനാവസ്ഥയിലാണ്. ഇത്തരത്തിൽ ഒരു വസ്തുവിൻ്റെ ചലനാവസ്ഥയോ നിശ്ചലാവസ്ഥയോ പ്രതിപാദിക്കാൻ നാം ഏതൊരു വസ്തുവിനെയാണോ അടിസ്ഥാനമാക്കി എടുക്കുന്നത്, ആ വസ്തുവാണ് അവലംബക വസ്തു. ഇനി അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് പോയിന്റ് ബോഡീസ് അല്ലെങ്കിൽ പോയിന്റ് വസ്തുക്കൾ എന്നുള്ളതാണ്. നമ്മൾ അടുത്ത ക്ലാസ്സിലായിരിക്കും എടുക്കുന്നത്.